നാടാറുടെ പ്രതികരണം പരസ്യ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ CK നാണുവും ചില നീക്കങ്ങളുമായി മുന്നോട്ട് വരുന്നത് അതുകൂടി നമുക്ക് എന്താണ് എന്ന് നോക്കാം. അരുൺ തുടരുക. പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി LDF-ന് CK നാണു കത്ത് നൽകിയിരിക്കുന്നു. ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും തനിക്കൊപ്പമുള്ളവരെ JDS പ്രതിനിധികളായി കാണണമെന്നുമാണ് ആവശ്യം. യഥാർത്ഥ JDS ആണെന്ന് അവകാശപ്പെട്ട് നാണു നേരത്തെ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. VV അരുൺ കൂടി തുടരുകയാണ്. അരുൺ, ഇപ്പോൾ ഈ JDS-നുള്ളിലെ പ്രതിസന്ധി മാത്രമല്ല, ഇതൊരു മുന്നണിക്കും തലവേദനയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഇനിയിപ്പോൾ CK നാണു കത്ത് നൽകുന്നു, ഞങ്ങളെയും JDS ആയി പരിഗണിക്കണമെന്ന ആവശ്യം മുന്നണിക്ക് മുന്നിൽ ഉന്നയിക്കുമ്പോൾ LDF ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ ഒരു പരിഹാരമായിരിക്കും LDF നിർദ്ദേശിക്കുക? അതുതന്നെയാണ് LDF-നെ കൊടുക്കുന്നത്. നേരത്തെ തന്നെ HD ദേവഗൌഡയും BJP-യിലോട്ട് പോയ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ BJP മുന്നണിയിലേക്ക് പോയ അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമി അടക്കമുള്ളവരെയും പുറത്താക്കിയെന്ന് CK നാണു വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു. തൊട്ട് പിന്നാലെ CK നാണുവിനെ ദേവഗൌഡ പുറത്താക്കിയത് അദ്ദേഹവും അവകാശപ്പെട്ടു. എന്നാൽ CK നാണു വിളിച്ച യോഗത്തിൽ സംസ്ഥാനത്തെ നേതാക്കളാരും മറ്റു നേതാക്കളാരും പ്രധാനപ്പെട്ട നേതാക്കളാരും പോയിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിക്ക് നേരത്തെ തന്നെ CK നാണു ഒരു കത്ത് നൽകിയത്. യഥാർത്ഥ JDS തങ്ങളാണ്, ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ തങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. നിലവിൽ മാത്യു ടി തോമസും മറ്റു നേതാക്കളുമാണ് പങ്കെടുക്കുന്നത്. CK നാണു കത്ത് കൊടുത്തെങ്കിലും അതിൽ മുന്നണി തീരുമാനമെടുത്തില്ല. അതിനിടയിലാണ് വീണ്ടും ഒരു കത്ത് കൂടി ഈ മുന്നണി നേതൃത്വത്തിന് CK നാണു നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തങ്ങൾക്കൊപ്പമുള്ളവർക്ക് നൽകണം. JDS-ന്റെ ലേബൽ നൽകാൻ തങ്ങൾക്കാണ്. യഥാർത്ഥ JDS ഞങ്ങളാണ്. മാത്യു ടി തോമസിനും കൃഷ്ണൻകുട്ടിക്കും ഒപ്പമുള്ളവരല്ല യഥാർത്ഥ JDS ഞങ്ങളാണ്. ഞങ്ങൾക്ക് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകണം. ഇതാണ് CK നാണുവിന്റെ കത്തിലെ ആവശ്യം. JDS-ന്റെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്ന നീക്കമാണ് CK നാണു നടത്തിയിരിക്കുന്നത്. എങ്ങനെയാകും ഇടതുമുന്നണി നേതൃത്വത്തിനോട് പ്രതികരിക്കുക? നേരത്തെ കത്ത് വരികയെങ്കിലും ശേഷമുള്ള യോഗത്തിലും പങ്കെടുത്തത് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഒക്കെ തന്നെയാണ്. CK നാണുവിനെ ക്ഷണിച്ചിരുന്നില്ല. അവരുടെ കത്ത് അടുത്ത യോഗത്തിൽ പരിഗണിക്കാമെന്ന നിലപാടാണ് ഇടതുമുന്നണി നേതൃത്വം സ്വീകരിച്ചത്. അടുത്ത യോഗം വരെയെങ്കിലും വീണ്ടും ഈ പ്രതിസന്ധി തുടരും. എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇടതുമുന്നണി നേതൃത്വത്തിനും കാര്യമായ നിലപാടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് സാഹചര്യം. JDS-ൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തുന്നു. താനാണ് യഥാർത്ഥ JDS, തന്നെ കൂടി ഇടതുമുന്നണി യോഗത്തിന്റെ ഭാഗമാക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് CK നാണു ഒരു വശത്ത് കൂടി രംഗത്തെത്തുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ JDS പ്രതിസന്ധിയിലായിരിക്കുന്നു. ഒപ്പം LDF-ന് മുന്നിലും വലിയൊരു പ്രതിസന്ധിയും തലവേദനയുമായി ഈ വിഷയം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇതിലടക്കം വരും മണിക്കൂറുകളിൽ നമുക്ക് രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ